മോർണിംഗ് ഫ്രം ഗുരുവായൂർ. രാവിലെ വച്ച് പിച്ചിപ്പുവാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോസ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ 1-2 ഫോട്ടോസ് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ മേക്കപ്പ് മാൻ ഷിജു RLV കണ്ടോ, താഴെ എഴുതി കാണിച്ചിട്ടില്ലേ. ഷിജുവിൻ്റെ മൊബൈലിലെടുത്ത ഫോട്ടോസാണ്. സാംസങ്ങിൻ്റെ ഫോണാണ്, അടിപൊളിയാണ്. ഞാൻ എപ്പോൾ ഷിജു വന്നാലും ഫോട്ടോ എടുപ്പിക്കും. അതായത് എൻ്റെ ഫ്രണ്ട് ആര്യ, നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അവളും ഞാനും ഒരുമിച്ചെടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഇതാ ആ പിച്ചിപ്പൂവാണ് വെച്ചേക്കുന്നത്. വൈകുന്നേരത്തേക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു. ഇനി നമ്മളിതാ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കൃഷ്ണ ഡാൻസ് കളക്ഷൻസിൻ്റെ താഴെ ഫോട്ടോയ്ക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മളുടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്, ഷാ ക്രിയേഷൻസ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അതിന് മുമ്പ് നമ്മളുടെ മൊബൈലിൽ പകർത്തുന്ന കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. ഇതാ ആതിരയും കുഞ്ഞും റെഡിയായി കഴിഞ്ഞു. ആതിരയും മൈത്രയും റെഡിയായി. പിന്നെ ഇതാ ടീച്ചറും ആതിരയും. ടീച്ചർ റിട്ടയർഡ് HM ആണേ. പിന്നെ അവർ ഇതാ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പരസ്പരം കല്യാണത്തിനൊക്കെ മാല നോക്കും കമ്മൽ നോക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതിന് ശേഷമുള്ള ഫോട്ടോയാണിത്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇവരിൽ ആരാണ് സുന്ദരി എന്നുള്ളത് പറയാൻ എനിക്ക് കഴിയില്ല. അതുപോലത്തെ മേക്കപ്പ് ആയിരുന്നു, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് എല്ലാം കൊണ്ടും എൻ്റെ പിള്ളേരെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇതെല്ലാം ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഫോട്ടോസ് കുറച്ച് പോസുകളുണ്ടല്ലോ, ഇതെല്ലാം നമ്മളുടെ ഷാ ക്രിയേഷൻസ് എടുത്തതാണ്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോസിനെല്ലാം അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ ലൈക്കും കമൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുമല്ലോ അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ശിഖ ശ്രദ്ധ ചേച്ചി അനീതിയാണ്. ഇതാ ആതിരയുടെയും മകളുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. മകളുടെ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, കാരണം അവൾ ചെറിയ കുഞ്ഞല്ലേ. ടീച്ചറുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അതുപോലെ തന്നെ ആതിരയുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിൻ്റെ ഒപ്പം ഒരു നൃത്തം ചെയ്യാന്നുള്ളത്. അതും അങ്ങനെ സഫലമായി. അത് ഏറ്റവും നന്നായി എന്നുള്ളതാണ്. ശിഖക്കുട്ടിയും ശ്രദ്ധക്കുട്ടിയും ഒരുമിച്ച് അരങ്ങേറി, അതിന് ഞാനൊരു കാരണമായി. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളും പക്കമേളവും എല്ലാം ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. അതുപോലെ ഇനി എനിക്കിഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇതെല്ലാം സ്റ്റുഡിയോ ഫോട്ടോസാണ്. ഇനി വരുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോട്ടോ ആണ്. കണ്ടോ, ഇത് നമ്മുടെ ഷിജു എടുത്ത ഫോട്ടോയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ഇത് എന്ത് പറയണത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അരങ്ങേറ്റം റിലാക്സ് ചെയ്ത് തീർത്തു. ഒരു ധൃതിയില്ലാതെ, ഒരു വെപ്രാളവും ഇല്ലാതെ എല്ലാം ഭംഗിയായി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാം അടിപൊളിയായി. കണ്ടോ, ഫോട്ടോസ് കണ്ടില്ലേ? ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എത്ര ഭംഗിയായിട്ടായിരിക്കും ആ സ്റ്റേജിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരെ കാണാൻ കണ്ടോ, നമ്മളൊരു സ്റ്റേജിലേക്ക് കയറുമ്പം ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ആ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ തന്നെയല്ലേ. അതിലും എൻ്റെ പിള്ളേർ അല്ലെങ്കിൽ ടീച്ചറും അതിലെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ നല്ല നല്ല ഫോട്ടോസ് ഇവിടെ കഴിയുകയാണ്. വളരെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുള്ളൂ, 100 ഫോട്ടോസ് അടുത്തുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.